ഹലോ ഗൈസ്, ഫൈൻഡ് റിയൽ എസ്റ്റേറ്റിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമ്മളിന്ന് ഒരു ചെറിയ വീടാട്ടോ വിൽപ്പനക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. 2 ബെഡ്റൂമുള്ള വീടാണ്. കോഴിക്കോട് നന്മണ്ട 13 നരിക്കിനിലേക്ക് പോകുന്ന റോഡിലാട്ടോ. തണൽ ബസ് സ്റ്റോപ്പിൻ്റെ അടുത്താണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത്. നിലത്ത് ഫുള്ള് ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട്. ഉണ്ടല്ലോ, ഇതുപോലെ ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട്. വീട് ലേശം കുറച്ചൊരു ഹൈറ്റിലാട്ടോ. പക്ഷെ നമ്മളിങ്ങോട്ടൊക്കെ റോഡ് വരുന്നത് ഒരു ഹൈറ്റാണെന്ന് തോന്നില്ല. എന്നാലും ലേശം ചെറിയൊരു ഹൈറ്റ് ഉണ്ട് താനും. നമ്മൾ റോഡ് വരുന്ന ജസ്റ്റ് ഞാൻ കാണിച്ചു കേട്ടോ. ഈ കണ്ടില്ലേ, ഇവിടുന്ന് ഇങ്ങനെ താഴ്ത്തുനിന്ന് ഇങ്ങനെ മേലോട്ടേക്ക് കയറി വരുന്ന രീതിയിലാട്ടോ. കയറി വരുന്ന രീതിയിലാണ് റോഡുള്ളത്. ഇതൊരു ഏകദേശം ഒരു 8 ഫൂട്ട് 9 ഫൂട്ട് റോഡുണ്ട് കേട്ടോ. വലുപ്പമുള്ള ഉണ്ട്. ഞാൻ താഴത്ത് ബൈക്ക് വെച്ചിട്ടുണ്ടല്ലേ, അവിടെ നിന്ന് വൃത്തിയാക്കി എടുക്കാനുണ്ട്. കോൺക്രീറ്റ് ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടി അടിപൊളിയായി. ലേശം ഒരു ഇത് കയറ്റുണ്ട് കേട്ടോ. 1 2 3 4 5 8 9 ഫൂട്ടിൻ്റെ അടുത്താട്ടോ ഏകദേശം വരുന്നത്. നമ്മളെ വീടിൻ്റെ മൊത്തത്തിലൊരു കാഴ്ച കാണിച്ചു കേട്ടോ. കണ്ടില്ലേ, ഇതാണ് വീട്. 2 ബെഡ്റൂമുള്ള വീടാണ്. കോമൺ ബാത്റൂമാണ്. 6 സെൻറ്റ് സ്ഥലമുണ്ട്. അതുപോലെ തന്നെ 2 ബെഡ്റൂമിന് കോമൺ ആയിട്ടാട്ടോ ബാത്റൂം വരുന്നത്. അധികം ആൾക്കാർ ചോദിക്കുന്ന കാര്യമാണ്, ബാത്റൂം എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് ചോദിക്കുന്ന കാര്യമാണ്. അപ്പോൾ അതാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ഇതൊന്നും വുഡല്ല കേട്ടോ. ഇവിടെ ഇത് സിമെൻറ്റിൻ്റെ ആണ്. ഇതൊക്കെ ഈ വുഡല്ലാത്ത ടൈപ്പ് സംഭവങ്ങളാണ്. അതുപോലെ തന്നെ സൈഡ് ഭാഗത്ത് ഫുള്ള് കെട്ടി വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഈ സൈഡത്ത് വീടിൻ്റെ നമ്മൾ വലതുവശത്താണ് കാണുന്നത്. ഫുള്ള് ഇൻ്റർലോക്ക് ചെയ്ത് ക്ലിയർ ആക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ വേറൊരു കാഴ്ച കാണിച്ചു തരാം. നമ്മൾ മുകളിൽ കാണുന്ന ആ ഒരു ഇത് കണ്ടില്ലേ, ഒരു പൈപ്പ് വെച്ചിട്ടില്ല. ആ പൈപ്പാണ് ഇതിലേക്കുള്ള അതിർത്തി വരുന്നത് കേട്ടോ. പൈപ്പും അവിടെ നിന്ന് കമ്പി വരെ കെട്ടിക്കുന്നത്. ഈ ഒരു തട്ട്, അതിൻ്റെ മുകളിലത്തെ തട്ട് സ്ഥലം നമ്മളത് തന്നെയാണ് വരുന്നത്. ആണോ, ഇതിപ്പോൾ വീടിൻ്റെ വലതുവശത്തെ സൈഡാണ് കാണിക്കുന്നത്. അത്യാവശ്യം വലിയൊരു ഹൈറ്റിൽ, എന്നാലും കുറച്ചൊരു ഹൈറ്റിൽ നമ്മൾ ഒരാളെക്കാട്ടും ഒരാൾ കൈ വയ്ക്കാനും കുറച്ചൊരു ഹൈറ്റ് കേട്ടോ. അത്ര ഹൈറ്റിൽ ഇവിടെ ഇങ്ങനെ മണ്ണുണ്ട് കേട്ടോ. ഇത് വീടിൻ്റെ പുറകുവശമാണ് കാണുന്നത്. അല്ലേ, ഇനി ഞാൻ കുറച്ച് ഇതിൻ്റെ വിഷ്വൽ പുറകുവശം കേട്ടോ കാണുന്നത്. പുറകുവശം ഫുള്ള് കെട്ടി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ബാക്കിൽ ഫുള്ള് ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് വീടിൻ്റെ ഇടതുവശമാണ്. നമ്മൾ വരുമ്പം കാണുന്ന ഒരു ഇടതുവശമാണ്. ഇടതുവശത്തും ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട്. വീടിൻ്റെ 4 വശത്തും ഫുള്ള് ഇൻ്റർലോക്ക് ചെയ്ത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കണ്ടില്ലേ, ഈ കാണുന്ന ഒരു കമ്പീൻ്റെ ഒരു സ്റ്റെയർ കേസ് ആട്ടോ നിർമ്മിച്ചിട്ടുള്ളത്. വീട് നല്ല ഒരു പക്ക നീറ്റായിട്ടുള്ളൊരു വീട് എനിക്ക് തോന്നുന്നുണ്ട്. കണ്ടിട്ട് നല്ല നീറ്റായിട്ടുള്ള വീടാണ്. അതുപോലെ തന്നെ ടൈൽസൊക്കെ നല്ല വൃത്തിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. കണ്ടില്ലേ, അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഒരു സിറ്റ് ഔട്ടൊക്കെയാണ്. അതുപോലെ തന്നെ ഡോറ് മുന്നിൽ നല്ല മരത്തിൻ്റെ ഡോർ കേട്ടോ. മുന്നിൽ ഈ കാണുന്ന ഭാഗത്ത് 2 നല്ല വൃത്തിയുള്ള മരത്തിൻ്റെ ഡോർ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. നമ്മളിവിടെ എനിക്ക് തോന്നുന്നു ഒരു സ്വിഫ്റ്റ് കാറ്, ഒരു ഇന്നോവ കാർ കയറ് നമുക്ക് നിർത്തിയിടാൻ പറ്റും. പക്ഷേ നമ്മൾ കയറ് നിർത്തിയിട്ട് കഴിഞ്ഞാൽ റിവേഴ്സ് എടുത്ത് പോകാൻ ബുദ്ധിമുട്ടായിരിക്കും. കാറ് കൊണ്ടുവരാണെങ്കിൽ ചെറിയ കാറുള്ള ആൾക്കാർക്കൊക്കെ പറ്റുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മുന്നിൽ നമ്മൾ കാർ കയറ്റുന്നതിന് നമുക്ക് കുഴപ്പമില്ല, നേരെ കയറ്റി കൊണ്ടുവരാം. പക്ഷേ നമ്മളത് വളച്ച് കൊണ്ടുവരാൻ പാടിക്കും. ചെറിയ കാറൊക്കെ ആണെങ്കിൽ നമുക്ക് ഏതെങ്കിലും രീതിയിൽ മുന്നോട്ടൊക്കെ എടുത്തിട്ട് ഇവിടെ ബാക്കിൽ ഈ സ്പേസിലേക്കൊക്കെ എടുത്തിട്ട് വളയ്ക്കാൻ പറ്റുന്നതാണ്. ഈ കാണുന്ന, അല്ലെങ്കിൽ നമ്മൾ കാർ നേരെ കൊണ്ടുവന്ന് അവിടെ നിർത്തിയിടാമെങ്കിൽ ആക്കെ നമ്മളെ സ്ഥലം തന്നെയാണ് കേട്ടോ. ഈ റോഡിൻ്റെ സ്ഥലം തന്നെയാണ്. അവിടെ നിർത്തിയിടാമെങ്കിൽ അവിടെ നിന്ന് ബാക്ക് എടുത്തിട്ട് വൃത്തിയൊക്കെ ആക്കിയിട്ട് പോകാനൊക്കെ പറ്റുക ചെയ്യും. പിന്നെ ഏറ്റവും വലിയൊരു ഇത് കണ്ടെങ്കിൽ ഇവിടെ നിന്നുള്ള വ്യൂ പോയിൻ്റ് കേട്ടോ. കണ്ടില്ലേ, നല്ല ഗംഭീര വ്യൂ പോയിൻ്റ് കേട്ടോ ഇവിടുന്ന്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് നമ്മൾ ഈ സിറ്റ് ഔട്ടിൽ ഇരിക്കുന്ന ഇവിടുന്ന് നല്ലൊരു, ഇവിടെ ഇപ്പോൾ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഇല്ലേ, ഇരുന്ന് കഴിഞ്ഞാൽ നല്ല നല്ല അടിപൊളി വ്യൂ പോയിൻ്റ് കേട്ടോ. അവിടെ ഇങ്ങനെ മലേൻ്റെ മുകൾ വശമൊക്കെ ഇങ്ങനെ കാണാം കേട്ടോ. പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ അപ്പുറത്തുള്ള വീട്ടുകാരോട് ചോദിച്ചപ്പോൾ എന്ത് തട്ടെങ്കിൽ അവിടെ മലയൊന്നുമല്ല, ഈ കാണുന്നൊരു തട്ട് തന്നെയാണ്. അവിടെ നിന്ന് നിറഞ്ഞിട്ട് അവിടെയൊക്കെ നിറച്ച് വീടുകളുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. വലിയ ഇടിഞ്ഞ് പൊളിഞ്ഞ് വീഴാനുള്ള അതൊന്നും അങ്ങനത്തെ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. വീട് നല്ല അടിപൊളി വീടാട്ടോ. ഈ ഒരു വിലക്ക് 2 ബെഡ്റൂമും അതുപോലെ തന്നെ ഫുള്ള് ഇൻ്റർലോക്ക് ചെയ്ത മുറ്റാട്ടോ. ഈ ഫുള്ള് ഇൻ്റർലോക്ക് ചെയ്ത വീടിന് അത്യാവശ്യം ഒരു വില നമുക്ക് കാണാം കേട്ടോ. അത് ബസ് ഇറങ്ങിയിട്ട് ഏകദേശം ഒരു 300 മീറ്റർ ഉണ്ടായിരിക്കും, 300-200 മീറ്റർ കേട്ടോ. ബസ് ഇറങ്ങിയിട്ട് ആകെ അത്ര ദൂരം മാത്രമേ ഇങ്ങോട്ടേക്ക് ദൂരം വരുന്നുള്ളൂ കേട്ടോ. അതൊരു പ്ലസ് പോയിൻ്റാണ്. അപ്പോൾ ആർക്കെങ്കിലും ഈ വീട് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ വിളിക്കുക. 2 ബെഡ്റൂം, കോമൺ ബാത്റൂം,
പിന്നെ കിച്ചൺ ഉണ്ട്. വീടിന് 6 സെൻറ്റ് സ്ഥലം കേട്ടോ. ഈ വീടിന് ചോദിക്കുന്ന വില 27 ലക്ഷം രൂപ കേട്ടോ. അതും പ്രൈസിന് കഴിച്ചപ്പോഴാണ്.